നമ്മുടെ ചിക്കനൊക്കെ നമുക്ക് കരിഞ്ഞ് മുരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട്. ഏത് ചാറിനത് എന്നെ അത് സഹായിക്കാനില്ല, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇതേപോലെ നല്ല സ്പോഞ്ച് പോലത്തെ കുബൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഹലോ, ഇന്നേ ഞാൻ അൽഫാമും അതേപോലെ കുബൂസുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈസ്റ്റും അതുപോലെ പഞ്ചസാരയും ഇത് ചെയ്ത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി മൈദ കുഴച്ചെടുക്കാം. ഇതൊരു വ്ളോഗ് പോലെ ചെയ്യാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ദിവസമായി, ഒരാഴ്ചയ്ക്ക് മേളിലായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഷോർട്സൊക്കെ ഇടാറുണ്ട്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തുടങ്ങിയാലോ. ഈസ്റ്റും പഞ്ചസാരയും കൂടെ കുതിർത്തി വെച്ചേക്കുന്ന കേട്ടോ, വേറെ ഒന്നിനുമല്ല, കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഒത്തിരി നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 15 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള മൈദാപ്പൊടിയാണ് കേട്ടോ. മൈദ കഴിക്കുന്ന നല്ലതൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. എന്തായാലും നല്ലതായിട്ട് കുഴച്ച് കൈകൊണ്ടാണ് കേട്ടോ കുഴച്ചെടുത്തേക്കുന്നത്. കുഴച്ചെടുത്ത് ഞാനവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. 1 മണിക്കൂർ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. ഇത് അത്രയും സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി അൽഫാമിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ സെറ്റാക്കുന്നത്. തക്കാളി 2 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ക്യാപ്സിക്കം, പച്ചമുളക്, മല്ലിയില, സവാള, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പൊടിക്കാത്ത കുരുമുളകാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ വെജിറ്റബിൾ ഓയിൽ, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിനകത്ത് ഞാൻ ജീരകവും അതുപോലെ എണ്ണ ഒഴിക്കുന്ന വീഡിയോ കിട്ടിയില്ല. പിന്നെ കുരുമുളക് പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൈര് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഗൈസ്. എനിക്ക് തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങാനീരിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നും എൻ്റെ വീട്ടിൽ തൈര് ഉണ്ടാവുന്നതാണ്. എൻ്റെ അനിയൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് അവൻ എന്നും തൈര് കഴിക്കും. പക്ഷേ തീർന്നു പോയായിരുന്നു. ഞാനും അത് ഓർത്തില്ല, അതുകൊണ്ടത് മേടിച്ചില്ല കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലതായിട്ട് അരച്ച് അപ്പോഴേ തന്നെ ഇത് ചിക്കനകത്ത് തിരുമ്മി പിടിപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് നേരെ കയറ്റിക്കോ. ഒരു 3-4 മണിക്കൂർ ഇരിക്കണം. പക്ഷെ ഞാനിതൊരു 2 മണിക്കൂർ കൂടുതൽ വെക്കുന്നില്ല. കാരണം എനിക്ക് സമയത്തിൻ്റെ കുറവ് മൂലവും എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കിടന്നുറങ്ങണം, എണീക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ കെട്ടിയവൻ എന്നോട് സഹായിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞു സഹായിക്കണ്ട, കാരണം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് തന്നെയല്ല, അടുക്കളയ്ക്കും വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഞാനതെല്ലാം കൂടെ കുഴച്ച് മറിച്ച് സെറ്റാക്കി ഇനി ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റാൻ പോവാണ്. പാത്രത്തിൽ കുഴച്ചിട്ട് കുഴയ്ക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലോട്ട് ചീനച്ചട്ടിയിൽ തന്നെ തിരുമിയിട്ട് കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിനി കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം നോക്കിയപ്പോഴത്തേക്ക് അത് നിറഞ്ഞ് സെറ്റായിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം. കുറച്ച് വെള്ളം കൂടിപ്പോയ പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് ഇത് പൊങ്ങി വന്നു ഗൈസ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അങ്ങനെയാണല്ലോ, നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നല്ലതായിട്ട് പൊങ്ങി വന്നു, നല്ല സോഫ്റ്റായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഗ്രില്ല് ചെയ്തേക്കാം. ഞാൻ ഇതിനകത്ത് എയർ ഫ്രയറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ലതായിട്ട് ഇത് ഞാനിപ്പോൾ ഒരു 1 ഇയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല എയർ ഫ്രയറാണ്. അപ്പം ചിക്കനും സെറ്റ് ചെയ്യാൻ വെക്കുവാണ്. ഒരു 200-ലാണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷേ ഇത് ഓട്ടോ കട്ടായി പോകുന്നതുകൊണ്ട് 185-ൽ വെച്ച് 30 മിനിറ്റാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. കുറച്ച് നാരങ്ങാനീരൊക്കെ ഒഴിച്ചിട്ട് നമുക്കിനി കുബൂസും അൽഫാമും കുറച്ച് മയണൈസും കൂടെ കൂട്ടി കഴിക്കാം. മയണൈസ് എൻ്റെ കെട്ടിയവൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്, നമുക്ക് മേടിച്ചില്ല പുറത്തുനിന്നൊന്നും. അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.